ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ സുമേഷ് കാണിച്ചു തന്നു. എന്താണ് ഇതാണ് ഞാൻ ചേട്ടാ അന്ന് ചെയ്തത് ഇതാണ്. അത് വിജയിച്ചതിൽ ഞാൻ സുമേഷിനെ മാത്രമല്ല പഞ്ചായത്ത് കമ്മിറ്റി അത് വിജയിപ്പിച്ചതിൽ ഞാൻ അഭിമാനത്തോടെ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്താലും എതിർക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്. ആ എതിർപ്പുകളുടെ ആവശ്യമില്ല. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും മാധ്യമങ്ങളിലൂടെയും ഒക്കെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ അവനവൻ്റെ അറിയാത്ത കാര്യങ്ങൾ വലിയ കാര്യമായി അവതരിപ്പിക്കും, വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കും. സയൻസ് അറിയാത്ത സയൻസ് ചിലർ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും പറഞ്ഞു. എന്താണ് ഒരു സയൻസും ഇല്ല. ഞാൻ ഈ അടുത്ത കാലത്ത് പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം വെച്ച് പറഞ്ഞ് എനിക്കെതിരായിട്ട് എനിക്കൊരു വിഷമമില്ല. കാരണം എന്താ, ഞാൻ ഈ വക വീരന്മാർ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും പറഞ്ഞു പ്ലാസ്റ്റിക് കുപ്പി മുറുക്കാൻകടന് മുമ്പിൽ വെച്ചാൽ വെയിൽ കൊള്ളും, അത് ചൂടടിച്ചു കഴിഞ്ഞാൽ അത് പോയിസണാണ്, അത് കുടിച്ചാൽ ക്യാൻസർ വരും എന്ന് ഈ മഹാന്മാർ പറയുന്നത് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ചൂടുവെള്ളം കുടിക്കണ്ട, ഉരുകിയ വെള്ളം പ്ലാസ്റ്റിക് ഉരുകിയ വെള്ളം കുടിക്കണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനകത്ത് വേറെ അപകടമൊന്നുമില്ല. അപ്പൊ അത് വിമർശിക്കേണ്ട കാര്യമല്ല. മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യണം. അതിനെടുക്കാൻ പഞ്ചായത്തുകൾ തയ്യാറാകുന്നു. വില കൊടുക്കാൻ പഞ്ചായത്ത് എടുക്കുന്നു. അപ്പൊ പഞ്ചായത്തുകൾ അത് എടുത്തു മാറ്റാൻ എല്ലാ സ്ഥലത്തും വ്യാപകമായി രാഷ്ട്രീയ പ്രവർത്തകർ, യുവജന സംഘടനകൾ, ഇവരെല്ലാവരും ഇപ്പൊ ഞാൻ പഴശ്ശിനിക്കടയിൽ പോയപ്പോൾ അവിടെ വെച്ചിരിക്കുന്നു ഈ ബോട്ടിൽ ഇടുന്ന പെട്ടി കൂടെ വെച്ചിട്ടുണ്ട്. DYFI ആണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും ഒക്കെ ഈ ഒരു ഡ്രൈവിന് മുന്നോട്ട് വരുമ്പോൾ പഞ്ചായത്ത് മാലിന്യം സംസ്കരിക്കണം. പഞ്ചായത്തിന് സംസ്കരിക്കാൻ സ്ഥലം കൊടുക്കില്ല. എന്തിന്? നമ്മുടെ നാട്ടിലൊക്കെ ഒരു ശ്മശാനം ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു ശ്മശാനം ഉണ്ടാക്കാൻ ഈ പാവപ്പെട്ട പട്ടികവർഗത്തിൽപ്പെട്ടവർ ഇവർ താമസിക്കുന്ന ചെറിയ ചെറിയ നഗറുകളിൽ, ആ നഗറിന്റെ ഉള്ളിൽ 1 സെന്റ് 2 സെന്റ് ഭൂമിയിൽ കുടിൽ വെച്ച് താമസിക്കുന്നവർ അച്ഛനോ അമ്മയോ മരിച്ചാൽ വീടിന്റെ തൊട്ട് മുമ്പിൽ കുഴിച്ചിടേണ്ട ഗതികേടാണ്. അപ്പൊ പട്ടികവർഗക്കാരുടെ ആചാരം അനുസരിച്ച് ഹിന്ദു ആചാരപ്രകാരം ദഹിപ്പിക്കണം എന്നാണ്. അപ്പൊ ദഹിപ്പിക്കാൻ ഒരു ശ്മശാനം സ്ഥാപിക്കാൻ സമ്മതിക്കാത്ത നിലയിൽ നമ്മൾ അതപ്പതിക്കുന്നത്.